ഉയർന്നു വരുന്ന ഓർമ്മയിൽ ജ്വലിച്ചു നിൽക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ പ്രൈമറി ജീവിത കാലഘട്ടം. ഹൈസ്കൂളിലും കോളേജിലൊക്കെ എത്ര ഉയർന്ന തലത്തിൽ പഠിച്ചവരായാലും അവരുടെ മനസ്സിൽ തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും സജീവമായ ഓർമ്മകളായി വരുന്നത് പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടം. അക്കാലഘട്ടത്തിലുണ്ടായുള്ള സൗഹൃദങ്ങളും കൂട്ടുകാരുമൊന്നും ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നമ്മൾ മറന്നു പോവാറില്ല. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും താൻ പഠിച്ച ആ കാലഘട്ടവും അക്കാലത്തെ സൗഹൃദങ്ങളും ആ വിദ്യാലയവും എന്നും ഒളിമങ്ങാതെ ഓർമ്മയിൽ തങ്ങി നിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഇതിൻ്റെ സംഘാടക സമിതി സഫി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടി ചേർന്ന സംഘാടക സമിതി, അതിൽ വലിയ പ്രതീക്ഷിക്കാതെ എല്ലാവരെയും അറിയിക്കാൻ പോലും കഴിഞ്ഞില്ല. ഈ സദസ്സിലിരിക്കുന്ന ആളുകളെ തന്നെ മുഴുവനും വളരെ തിരക്ക് പിടിച്ചുകൊണ്ട് നമുക്ക് വിവരം നേരിട്ട് കാണാനോ ബന്ധപ്പെടാനോ ഒന്നും കഴിയും. കത്ത് കൊടുത്തയച്ച് ചിലർ കിട്ടി, അങ്ങനെയൊക്കെയാണ്. ഒരുപാട് ആളുകൾ, വലിയൊരു സദസ്സായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഊർജം കൂടി ഉൾക്കൊണ്ട് പെങ്ങണ്ണൂർ പ്രദേശത്തെ ആരും തന്നെ ടീച്ചർ അറിയാത്തവരായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്ന് നമ്മൾ ആലോചിച്ചത്. എന്തായിരുന്നാലും ഇവിടെ കുറെ പേരൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വേദിയിലേക്ക് ഈ വിദ്യാലയത്തിൽ നിന്നും അധ്യാപകരായി ദീർഘകാലം പ്രവർത്തിച്ച് പിരിഞ്ഞുപോയ മറ്റ് അധ്യാപക ശ്രേഷ്ഠരെയും ക്ഷണിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മുടെ നിങ്ങൾക്കൊക്കെ പരിചയമായ സ്വർണ്ണമായ ടീച്ചറും സരസ്വതി ടീച്ചറും രാധ ടീച്ചറും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഇത്തരം കൂട്ടായ്മകൾക്കും പൊതു ഇടങ്ങളിൽ എത്തിച്ചേരാനും മുൻകാലങ്ങളെ അപേക്ഷിച്ച് മടി കൂടി വരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഒത്തുചേരാനുള്ള പ്രവണത കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം. അത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നല്ല ലക്ഷണമല്ല. മനുഷ്യൻ ഏത് പ്രസ്ഥാനത്തോടൊപ്പം നിന്നാലും പൊതുവായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ശീലം, ഒരു സംസ്കാരവും വളർന്നു വരേണ്ട ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ കൂടുതൽ സങ്കുചിതമായി പോകുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു വിധി വൈപരീത്യമാണ്. എന്തായിരുന്നാലും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഈ യോഗത്തിൽ ഇത്രയും പേര് വന്നു ചേർന്നിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വന്നു ചേർന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മളിത് ഒരു ഔപചാരികമായ ഒരു ചടങ്ങ് എന്നതിലുപരി നമ്മുടെയൊക്കെ അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് മനസ്സ് തുറന്ന് എന്തും പരസ്പരം കൈമാറാനുള്ള ആ പഴയ ബാല്യത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം കൂടിയായി ഈ ചടങ്ങിനെ കാണണം. ആ അർത്ഥത്തിൽ നിങ്ങളേവരും ഇവിടെ എത്തിച്ചേർന്നുള്ള ഓരോരുത്തരും ആ അർത്ഥത്തിൽ ഇതിൽ പ്രതികരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഒരു മോഡറേറ്റർ എന്ന രൂപത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും PTA പ്രസിഡന്റും ഇപ്പോഴും ഈ വിദ്യാലയത്തിൻ്റെ അഭ്യുദയകാംക്ഷിയും ഒക്കെയായ ശ്രീ VPM സാലിയെ ഞാൻ ഇതിൻ്റെ മോഡറേറ്ററായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.